അടുത്തായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പാണ്. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റും തക്കാളിയും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. ഇത് ബോയിൽ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ബട്ടറിനകത്ത് ഇടിച്ചെടുക്കാം. തക്കാളി വെന്ത് കഴിഞ്ഞു. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ടൊമാറ്റോയും ക്യാരറ്റും റെഡിയായി. ഒരു സ്പൂൺ പെപ്പർ ആഡ് ചെയ്യാം. പെപ്പർ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. പതിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ഇടുക. സൂപ്പ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ബട്ടറും നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും കൂടെ ചേർത്ത് ഉപയോഗിക്കും. അടുത്തായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബ്രൗൺ റൈസാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി ആദ്യമേ ബോയിൽ ചെയ്യാൻ വെക്കാം. ബോയിൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന റൈസിലേക്ക് ഒരു കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇത് ചേർക്കുക. ബ്രൗൺ റൈസിന് വേണ്ട ബ്രൗൺ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഈ റൈസിൻ്റെ മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഡാൽഡ ഒഴിക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ആഡ് ചെയ്യാം. ഇതിൻ്റെ മിക്സ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടെ ആഡ് ചെയ്യാം. ബ്രൗൺ റൈസിനുള്ള ഗ്രേവി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതായിട്ട് മിക്സ് ചെയ്യാം. ഇത് സെർവ് ചെയ്യുന്ന സമയത്തേക്ക് ഈ ഗ്രേവിയും ഈ റൈസും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ചെയ്യാൻ പോകുന്നത് ഓറഞ്ചിൻ്റെ ഒരു ഡെസേർട്ടാണ്. അതിനായിട്ട് ആദ്യം ഈ ഓറഞ്ചിൻ്റെ ജെല്ലി പൗഡറിലേക്ക് ഒരു 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് 2 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് ഓറഞ്ച് ജെല്ലിയാണ്. അപ്പോൾ ഈ ജെല്ലി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ജെലാറ്റിൻ ഒന്ന് ഉരുക്കിയെടുക്കാം. ജെലാറ്റിൻ ഇപ്പോൾ നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞു. കുറച്ച് ഫ്രഷ് ക്രീം, അതിൻ്റെ കൂടെ കുറച്ച് ഓറഞ്ച് ജെല്ലിയും കൂടെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ജെലാറ്റിൻ ആഡ് ചെയ്യാം. ഇത് നമ്മുടെ ഡെസേർട്ടിൻ്റെ ബേസാണ്. ബൗളിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാം. അടുത്തതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു ബീഫ്
ഫ്രൈ ആണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ബീഫ് ചെറുതായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ തേങ്ങ കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ആദ്യമായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്കിടുക. ഇത് മൂത്ത് വരുന്ന സമയം കൊണ്ട് ഈ ബീഫിൻ്റെ കൂടെ ഈ പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഈ പീസസ് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിന് എടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാ പീസ് കൂടെ വറുത്തെടുക്കാം. തേങ്ങ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓയിലിനകത്തുനിന്ന് എടുക്കാം.